നിങ്ങൾ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വഴി തെറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത് കാട്ടിൽ എവിടെയെങ്കിലും വഴി തെറ്റിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളൊരിക്കൽ അഗസ്ത്യമലയിൽ തവളകളുടെ സർവേക്ക് പോയി. അപ്പോൾ രാത്രി ഞാൻ ടോർച്ചുമായിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് ഒരു മുളങ്കാട്ടിലോട്ട് ഇറങ്ങിയിട്ട് തവളകളെ നോക്കാൻ പോയിട്ട് ഒരു 10-15 മിനിറ്റ് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് വഴി തെറ്റിപ്പോയി. വഴി തെറ്റിയിട്ട് ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് അവരുടെ സംസാരം കേട്ട് എന്നിട്ട് ഞാൻ പതിയെ 10-15 മിനിറ്റ് നടന്ന് അവരുടെ അടുത്തോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ കാടിൻ്റെ അകത്ത് വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുക, അധികം ദൂരോട്ടൊന്നും നടക്കാതിരിക്കുക. ആരെങ്കിലും നിങ്ങളെ വന്ന് കണ്ടുപിടിക്കും. എത്ര സമയം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളെ തപ്പി ഫോറസ്റ്റ് ഗാർഡുകളോ വാച്ചർമാരോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വന്ന് കണ്ടുപിടിക്കുന്നതാണ് ആദ്യത്തെ കാര്യം. വഴി തെറ്റിപ്പോയി അവിടെ തന്നെ നിൽക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കാടിൻ്റെ ഏതെങ്കിലും ഉള്ളറയിൽ ആരെങ്കിലും തപ്പി വന്ന് നിങ്ങളെ കണ്ടുപിടിക്കാൻ സാധ്യതയില്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ചെറിയ സ്ട്രീം, അരുവി ഉണ്ടെങ്കിൽ ആ അരുവി കണ്ടുപിടിക്കുക, അരുവിയുടെ അടുത്തോട്ട് പോവുക, അരുവി കൂടെ നടന്ന് താഴോട്ട് ഇറങ്ങുക. അപ്പോൾ ഈ അരുവികളെല്ലാം ചെന്നത് ഏതെങ്കിലും വലിയൊരു അരുവിയുടെ അടുത്തായിരിക്കും, അവിടുന്ന് ചെറിയ നദിയായിരിക്കും. ആ നദി കൂടെ എന്തായാലും നടന്നു കഴിഞ്ഞാൽ ഏകദേശം 5-6 മണിക്കൂറോ നടക്കുന്നതിനിടയിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹ്യൂമൻ ഹാബിറ്റേഷൻ, മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഫോറസ്റ്റ് വാച്ച് ഹൗസിൻ്റെ അടുത്തോ എവിടെയെങ്കിലും നിങ്ങൾ എത്തിപ്പെടും. അപ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി അവിടെ നിൽക്കുക. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും അരുവികൾ കണ്ടുപിടിക്കുക, അരുവിയോട് ചേർന്ന് താഴോട്ട് നടന്നിറങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യങ്ങൾ.